സോ ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലൈവിലേക്ക്, ഇന്നത്തെ ഒരു ഫൈനൽ റിവിഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. ആൻഡ് എല്ലാവരും ലൈവിന് റെഡി ആയിട്ടിരിക്കുകയാണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ലൈവിന് റെഡി ആയിട്ടുള്ളവർ, ഒരു ലാസ്റ്റ് റിവിഷൻ ബിഫോർ എക്സാമിന് റെഡി ആയിട്ടുള്ളവർ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് വരാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒന്ന് അറിയാനായിട്ട്. ഓക്കെ. സോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓഡിറ്റിംഗ് പേപ്പറിൻ്റെ മൊഡ്യൂൾ 2, 3, 4 ആൻഡ് 5ൻ്റെ ഒരു ഫൈനൽ റിവിഷൻ ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവായി വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ഫൈനൽ റിവിഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, സോ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ് ഓഡിറ്റിംഗ് പേപ്പറിലുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു റിവിഷൻ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ബാക്കി മൊഡ്യൂൾസിൻ്റെ ഒരു ഫൈനൽ റിവിഷൻ ആയിരിക്കും. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ നാളെ ചോദിച്ച് കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് തോന്നുന്ന ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടോപ്പിക്സ് എന്തായാലും നമ്മൾ ഫൈനലായിട്ടൊന്ന് പൊടി തട്ടി എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പോർഷൻസിൽ നിന്ന് എക്സാം വന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആ മാർക്ക് വിട്ടുകളയില്ല. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ഈ സമയത്തിന് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളതൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും എൻ്റെ ഒരു സമാധാനം, നമുക്ക് 5 ചാപ്റ്റേഴ്സാണുള്ളത്. ഇൻട്രൊഡക്ഷൻ, ഓഡിറ്റ് പ്രോസസ്, ഡോക്യുമെന്റേഷൻ, ഇന്റേണൽ ചെക്ക്, വൈച്ചിങ്, വെരിഫിക്കേഷൻ, ദെൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്ററിൻ്റെ കാര്യം, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാവരും ആ ഒരു പോർഷൻസ്, കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 2ലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 2 എന്തായിരുന്നു? ഓഡിറ്റ് പ്രോസസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് ഇന്റേണൽ ചെക്ക്. പാർട്ട് 2 ഇട്ടിട്ടുണ്ടല്ലോ. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ അല്ലേ? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, സോറി, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മൊഡ്യൂൾ 2 ഓഡിറ്റ് പ്രോസസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് ഇന്റേണൽ ചെക്ക്. സോ ഇവിടുന്ന് നമുക്ക് ചോദിച്ചു കാണാൻ സാധ്യതയുള്ള എല്ലാ പോർഷൻസും നമുക്കിപ്പോൾ ഒന്ന് പൊടി തട്ടി എടുക്കാം. എല്ലാവരും റെഡി അല്ലേ? സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് നമ്മളുടെ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്നുള്ളത് എന്താ പറയുക, ഒരു ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത്. ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓഡിറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്, വർക്കിംഗ് പേപ്പേഴ്സ്, ഫയൽസ്, ഡോക്യുമെന്റേഷൻ, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്കിൻ്റെ ഫർദർ ഡീറ്റെയിൽസ്, പിന്നെ ഇന്റേണൽ ചെക്ക് ഓരോ ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ, പർച്ചേസ്, സെയിൽ, വേജസ്, സ്റ്റോർസ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ എന്താണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ആൻ ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്. ഒരു പുതിയ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഓഡിറ്റർ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ആൻ ഓഡിറ്റർ, എപ്പോഴാണ്, ബിഫോർ കമൻസ്മെൻറ്റ്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഒരു ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യല്ലേ, അവിടെ തന്നെയുള്ള ഒരു എംപ്ലോയി അല്ലല്ലോ. പുതിയൊരാളെ, ഒരു തേർഡ് പാർട്ടി, ഒരു ഔട്ട്സൈഡറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ലെറ്റർ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓഡിറ്റർ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ്. ഞാൻ ഇവിടെ കീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പോയിന്റ്സ് എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. Okay, so auditor has to satisfy himself that he has been properly appointed. Properly appointed ആണെന്നുള്ളത്
അയാൾ ഓഡിറ്ററിനെ തന്നെ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് എന്താണ്, പ്രോപ്പർ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് റിസീവ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ നിന്ന്, എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ പോരാ, അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ നിന്ന് തന്നെ അത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിന്, ആ ഒരു അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്യാനായിട്ട്, എൻഷുർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഒബ്റ്റെയിനിങ് ദ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളതാണ്. ദെൻ അസർട്ടൈനിങ് ദി സ്കോപ്പ് ഓഫ് ഡ്യൂട്ടീസ്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, ആ ഡ്യൂട്ടീസിൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു ഓഡിറ്റ് ബിഫോർ കമൻസിങ് എ ന്യൂ ഓഡിറ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ദ ഓഡിറ്റർ ഷുഡ് അസർട്ടൈൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ്. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അസർട്ടൈൻഡ് ബൈ റെഫറൻസ് ടു റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ട്, ആ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. യെസ്, ആ ഒരു കാര്യമാണ് സ്കോപ്പ് ഓഫ് ഡ്യൂട്ടീസ് അസർട്ടൈൻ ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് എന്തായിരുന്നു, ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. സെക്കൻഡ് വൺ, സ്കോപ്പ് ഓഫ് ഡ്യൂട്ടീസ്. ദെൻ ബിസിനസ്സിൻ്റെ നേച്ചർ അറിഞ്ഞിട്ടാണ് വേണം നമ്മൾ ആ ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യാൻ, ഓഡിറ്റ് ചെയ്യാനായിട്ട്. ബിസിനസ്സിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൻ്റെ ഒരു നേച്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ആൻ ഓഡിറ്റർ. നാളത്തെ ചിലപ്പോൾ ഒരു 7 മാർക്സിൻ്റെ അല്ലെങ്കിൽ ഒരു 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. സോ ഒരു 8 പോയിന്റ്സ് നമ്മൾ മിസ് ചെയ്യാതെ എന്തായാലും എഴുതും എന്നുള്ളത് ഉറപ്പാക്കുക. സോ ഫസ്റ്റ് പോയിന്റ്, ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക. അതുപോലെ സ്കോപ്പ് ഓഫ് ഡ്യൂട്ടീസ് മനസ്സിലാക്കുക, ബിസിനസ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. ബിസിനസ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ഇൻ പ്ലാനിങ് ദ ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റ് പ്രൊസീജിയർ ഏതൊരു രീതിയിലാണ് ഈ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, നേച്ചർ ഓഫ് ബിസിനസ് ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം ദ മെമ്മോറാണ്ടം. എങ്ങനെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം MOA ഒക്കെ നോക്കിയാൽ അതിൻ്റെ നേച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കണം. ഇനി ടെക്നിക്കൽ നേച്ചർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബിസിനസ്സിൽ ചെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ബിസിനസ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കണം, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അറിവുണ്ടായിരിക്കണം. അത് ഈ ബിഫോർ ഓഡിറ്റ്, ഒരു പുതിയ ഓഡിറ്റ് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് ആൾ കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഒഫീഷ്യൽസിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഇൻ ഫോഴ്സ് ഓഫ് ക്ലയൻറ്റ് ബിസിനസ്സിലുള്ള ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്, അതിനെപ്പറ്റിയുള്ള ഒരു അറിവും ആർക്കുണ്ടാവണം, ഓഡിറ്ററിന്. എപ്പോൾ, ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്. ഒരു ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് പഠിച്ചിരിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിരിക്കണം. ആൻഡ് എൻക്വയറി അബൌട്ട് റീസൺസ് ഫോർ ചേഞ്ച് ഇൻ ഓഡിറ്റർ. പഴയൊരു ഓഡിറ്ററിനെ മാറ്റി വേറൊരാളായിട്ടാണ് ഇപ്പോൾ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ പ്രീവിയസ് ഓഡിറ്റർ എന്തുകൊണ്ടാണ് വെക്കേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്ലയൻറ്റിന് എന്ത് കൊടുക്കണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യണം. സോ ഒരു ഓഡിറ്റ് ബിഫോർ കമൻസിങ് എ ന്യൂ ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചില്ലേ. സോ 13 കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ മിനിമം 10 പോയിന്റ്സ് എങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ഡ്യൂട്ടീസ്, നേച്ചർ ഓഫ് ബിസിനസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ എന്താണ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. ദെൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ക്ലയൻറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പ്രീവിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച്, ഓഡിറ്റിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറി നടത്തണം. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നാളെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ ആ ഒരു മാർക്ക് വിട്ട് കളയില്ലെന്ന് ഉറപ്പല്ലേ? യെസ്, ഓക്കെ. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്, വാട്ട് യു മീൻ ബൈ ഓഡിറ്റ്, അല്ലെങ്കിൽ ഡിഫൈൻ ഓഡിറ്റ് പ്രോഗ്രാം എന്നൊരു ചോദ്യമൊക്കെ നാളെ ചിലപ്പോൾ ചോദിച്ച് കണ്ടാൽ എന്ത് ചെയ്യും? യെസ്, ഇവിടെ ഉണ്ട് നമ്മുടെ ഉത്തരം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ഓഡിറ്റർ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്ലാൻ ആണ് എന്ത് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. അതൊരു റിട്ടേൺ പ്ലാൻ ആണ്. എക്സാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ. എന്തിൻ്റെ ബേസിലാണ്? ടു ദ കണ്ടക്ട് ഓഫ് പെർട്ടിക്കുലർ ഓഡിറ്റ്. ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാക്ട് ഡീറ്റെയിൽസും എവിടെ ഉണ്ടാവും? ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടാവും. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. റിട്ടേൺ പ്ലാൻ ആണ്. എക്സാക്ട് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ പോരെ. ഓഡിറ്റേഴ്സ് പ്രോഗ്രാം എന്ന് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. റിട്ടേൺ പ്ലാൻ ആണ്. യെസ്, അതിനകത്ത് എന്തുണ്ടാവും? എക്സാക്ട് ഡീറ്റെയിൽസ് with regard to the conduct of particular audit. So
ആൻഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഓഫ് ഹൗ മച്ച് വർക്ക് ഈസ് ടു ബി ഡൺ, അതുപോലെ തന്നെ ആർക്കാണ് ഓരോ പർട്ടിക്കുലർ വർക്ക് ആർക്കാണ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആൻഡ് ആ ഒരു ഓഡിറ്റ് വർക്കിൻ്റെ ഡ്യൂറേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓഡിറ്റ് പ്രോഗ്രാമിൽ ആ എക്സാക്ട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ലേ, ആ എക്സാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, റിട്ടേൺ പ്ലാൻ ആണ്, എക്സാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഡീറ്റെയിൽസ് വിത്ത് റിഗാർഡ് ടു ദ കണ്ടക്ട് ഓഫ് പെർട്ടിക്കുലർ ഓഡിറ്റ്. അത് ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും, ഹൗ മച്ച് വർക്ക്, അതുപോലെ തന്നെ ടു ഹൂം വർക്ക് ഈസ് അലോട്ടഡ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്, ഓഡിറ്റ് പ്രോഗ്രാമിലുള്ളത്. ഇനി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാലോ, നമുക്ക് ഒരൊറ്റ സിമ്പിൾ സെന്റൻസിലുണ്ട് ഡെഫിനേഷൻ, മെറിറ്റിന്റെ ഡെഫിനേഷനിലുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അതിൽ, എന്തിൻ്റെ ആയിരിക്കും, ഓഡിറ്റ് വർക്കിൻ്റെ. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ വിത്ത് വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഒരു ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ, എന്ന് നാളെ ഒരു 5 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, 5 മാർക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡ്രോൺ അപ്പ് ബൈ ഓഡിറ്റേഴ്സ് ഇറ്റ്സെൽഫ്. ഈ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്, ഓഡിറ്റേഴ്സിന്റെ അസിസ്റ്റൻസ്, അങ്ങനെയല്ല, ഓഡിറ്റർ തന്നെ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പ്രിപ്പയർഡ് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ്, കമൻസ്മെന്റിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബിഫോർ കമൻസ്മെന്റിൽ നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. കണ്ടില്ലേ, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. സോ ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബിഫോർ കമൻസ്മെന്റ് ഓഫ് ആൻഡ് ഓഡിറ്റ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ടു എലിമിനേറ്റ് ദ ചാൻസസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഇതിലൂടെ ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ. പ്രോഗ്രസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്കിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഇല്ലേ? ഓക്കെ കേട്ടോ, പറയാം. ഓക്കെ, ഇനി ഒരു ഓഡിറ്റ് പ്രോഗ്രാമിന് 2 ടൈപ്പാണുള്ളത്, പ്ലാൻഡ് ഓഡിറ്റ് പ്രോഗ്രാം, സ്കെലിട്ടൺ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് 2 ടൈപ്പാണുള്ളത്. ആ ഒരു ഡിഫറൻസ് എന്താണ് നോക്കുവാണെങ്കിൽ, പ്ലാൻഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ടൈലർ മെയ്ഡ് ടൈപ്പാണ്. എക്സാക്ട്ലി അത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. അതിനകത്ത് എന്താണ്, കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും, ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും. പക്ഷേ സ്കെലിട്ടൺ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ആണ്. ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എക്സാക്ട് ഓഡിറ്റ് പ്രൊസീജിയർ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു എക്സാക്ട് പ്രൊസീജിയർ ആയിട്ട് കൊടുക്കുന്നുണ്ടാവില്ല. ഡസ് നോട്ട് പ്രീ ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്കെലിട്ടൺ ഓഡിറ്റ് പ്രോഗ്രാം. സോ നാളെ ഒരു 5 മാർക്കിന് തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിന് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് 2 ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും, പ്ലാൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്, സ്കെൽട്ടൺ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട് അല്ലേ. ഒന്ന് ഫ്ലെക്സിബിൾ ആണ്, സ്കെൽട്ടൺ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, എക്സാക്ട് പ്രൊസീജിയേഴ്സ് ഇല്ല അതിൽ. മറ്റേതിലാണെങ്കിൽ നേരെ തിരിച്ച് ഡീറ്റെയിൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് സെറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് ഐറ്റം ആണ് പ്ലാൻഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്, പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പോയിന്റ്സ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗെയിൻ നമുക്ക് കീ പോയിന്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പാകത്തിന് കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. ടു ലൊക്കേറ്റ് എക്സാക്ട്ലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി ക്ലർക്ക്, എല്ലാ ക്ലർക്സിൻ്റെയും എല്ലാ സ്റ്റാഫിൻ്റെയും, ക്ലർക്ക് എന്ന് വെച്ചാൽ എല്ലാ സ്റ്റാഫിൻ്റെയും റെസ്പോൺസിബിലിറ്റി എക്സാക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രോഗ്രസ് ഓഫ് ദ വർക്ക് അറിയാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ്സ് കണ്ടിന്യൂറ്റി ഇൻ ഓഡിറ്റ് വർക്കിൽ ഒരു കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ത്രൂ ഒരു ഓഡിറ്റ് പ്രോഗ്രാം. ഓക്കെ, then it helps the auditor to complete the work within the scheduled time. നമ്മൾ പറഞ്ഞു ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്തുണ്ടാവും, അത് ഡ്യൂറേഷൻ ഓഫ് ഈ ഒരു ഓഡിറ്റ് വർക്കിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു ഡ്യൂറേഷനുള്ളിൽ ഇത് കവർ ചെയ്യും എന്നുള്ള കാര്യം കൺഫേം ആണ്. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? യെസ്, ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് അല്ലേ? യെസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഈ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി 3 ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ,
ദെൻ യൂണിഫോമിറ്റി ഓഫ് വർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ബിഫോർ ഫൈനലൈസിങ് റിപ്പോർട്ട് ഒരു ഫൈനൽ റിവ്യൂ നടത്താനായിട്ട് ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്, ഓഡിറ്റ് പ്രോഗ്രാമിന് ഉള്ളത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ മെക്കാനിക്കലാണ്. നമ്മൾ പ്ലാനിനകത്ത് പറഞ്ഞ പോലെ അതിനകത്ത് എന്ത് പറ്റില്ല, കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. നെസസറി ചേഞ്ചസ് കെ നോട്ട് ബി മെയ്ഡ്. നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് ചില സമയത്ത് നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. വെൻ ദർ ഇസ് എൻ ഓഡിറ്റ് പ്രോഗ്രാം, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൂടെ ചെയ്താൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് തോന്നിയാൽ അതിന് വരുത്താനുള്ള ചേഞ്ചസിനുള്ള ഒരു സ്കോപ്പ് എവിടെ ഇല്ല, അവിടെ ഇല്ല. ദെൻ എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് കെയർലെസ് ഓഡിറ്റ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ബേസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവില്ല. അതിൻ്റെ പ്രോപ്പർ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. സ്മോൾ ബിസിനസ് യൂണിറ്റ്, ഇറ്റ് വുഡ് ബി നോട്ട് നെസസറി ടു പ്രിപ്പയർ എ പ്രോഗ്രാം. ദ സ്മോൾ ഫേം കൻ നോട്ട് ഹാവ് ദ അഡ്വാൻറ്റേജ്. ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് ഫേംസിൽ നെസസറി ആയിട്ടുള്ളൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. ഓഡിറ്റ് പ്രോഗ്രാം ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ സർട്ടൻ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റയർ ദ ഓഡിറ്റ് വർക്ക് ഇൻഎഫക്റ്റീവ് ആയില്ലേ. സോ അതും ഒരു എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, കനോട്ട് ബി ലേറ്റ്. നമ്മളിപ്പോൾ സ്മോൾ ബിസിനസ് യൂണിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ ബിസിനസ് യൂണിറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടൈപ്പ് ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് നമുക്ക് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ബ്രോഡ് ഫ്രെയിം വർക്ക് ഓഫ് മാനർ ഓഫ് ഹാൻഡ്ലിങ് ദ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാനറിൻ്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഫ്രെയിം വർക്കാണ് എന്ത്, പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ പറ്റി പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, സ്പെഷ്യൽ ടിക്സിൻ്റെ യൂസേജ്. ഓഡിറ്റർ യൂസസ് ഡിസ്റ്റിങ്റ്റീവ് ടിക്സ് ഓഫ് വേരിയസ് കളേഴ്സ് വൈൽ ചെക്കിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്യില്ലേ ഒരു കുറച്ച് പരിപാടികൾ, നമ്മൾ ചില ഹൈലൈറ്റേഴ്സ് ഇപ്പം തന്നെ നമ്മൾ ചെയ്യില്ലേ, കുറച്ച് ഹൈലൈറ്റേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു, പല രീതിയിലുള്ള മാർക്കിങ്സ് കൊടുക്കുന്നു. സോ ഇതൊക്കെ ഓഡിറ്ററും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ റൂട്ടീൻ ചെക്കിംഗ് ഉണ്ട്. റൂട്ടീൻ ചെക്കിംഗ് എന്താണ്, common books and records maintained by any organization irrespective of its size, constitution and nature of activities by an auditor as a matter of routine is known as routine checking. What do you mean by routine checking എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വരുവാണ്, what do you mean by, നാളത്തെ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുവാണ്, what do you mean by routine checking എന്ന് ചോദിച്ചാൽ ഈ ഒരു 3-2 അല്ലെങ്കിൽ 2-3 മാർക്സ് നിങ്ങൾ എന്ത് ചെയ്യും, സ്കോർ ചെയ്യില്ലേ. യെസ്, എന്താ എഴുതുക, ചെക്കിംഗ് കോമൺ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആരുടെ, മെയിൻറ്റെയിൻഡ് ബൈ എനി ഓർഗനൈസേഷൻ, ഏത് സൈസിലുള്ളതായിക്കോട്ടെ, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതായിക്കോട്ടെ, ഏത് നേച്ചറിലുള്ളതായിക്കോട്ടെ, ബൈ ആൻ ഓഡിറ്റർ. ആരാണ് റൂട്ടീൻ ചെക്കിംഗ് ചെയ്യുന്നത്, ഒരു ഓഡിറ്ററാണ് ചെയ്യുന്നത്. ആസ് എ മാറ്റർ ഓഫ് റൂട്ടീൻ ഇറ്റ്സ് നോൺ ആസ് റൂട്ടീൻ ചെക്കിംഗ്. റൂട്ടീൻ്റെ ഭാഗമായിട്ട് ചെക്കിങ് നടത്തുന്നതിനാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ. അതിനകത്ത് കുറച്ച് കോമൺ ബുക്സും റെക്കോർഡ്സും ഈ പറഞ്ഞ പോലെ സൈസ്, റെസ്പെക്റ്റീവ് ഓഫ് സൈസ്, ലീഗൽ ഫോം, ഒരു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ എന്തായി, മീനിങ് ആയി. യെസ്, സോ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, വാട്ട് യു മീൻ ബൈ എന്ത് റൂട്ടീൻ ചെക്കിംഗ്. റൂട്ടീൻ ചെക്കിങ്ങിനകത്ത് എന്തുണ്ടാവും, ചെക്കിംഗ് കാസ്റ്റിംഗ്, ക്യാരി ഫോർവേഡ്സ്, മറ്റ് കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ പോസ്റ്റിംഗ്, ബാലൻസ്, ട്രാൻസ്ഫർ ഓഫ് ബാലൻസസ്, ഇതെല്ലാം എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഓരോ ചെക്കിംഗ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയുടെ ഒരു പ്രോപ്പർ ചെക്കിംഗ് എവിടെ നടക്കും, റൂട്ടീൻ ചെക്കിങ്ങിലൂടെ നടക്കും. അതുപോലെ തന്നെ പോസ്റ്റിങ്സ് എല്ലാം കംപ്ലീറ്റ്ലി ചെക്ക്ഡ് ആണെന്നുള്ളത് ഉറപ്പാക്കും. തറോ ചെക്കിംഗ് ഓഫ് കാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് ഇൻവോൾവ് റൂട്ടീൻ ചെക്കിംഗ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ. ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ വെരിഫൈങ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. അരിത്തമെറ്റിക്കൽ ആക്യുറസി തരുന്നു എന്തിലൂടെ, റൂട്ടീൻ ചെക്കിങ്ങിലൂടെ. പ്രിപ്പറേഷൻസിൽ ഓഫ് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. പോസ്റ്റിങ്സ് ആർ കംപ്ലീറ്റ്ലി ചെക്ക്ഡ്. ചെക്കിംഗ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. സോ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് വൈ റൂട്ടീൻ ചെക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഉത്തരം. ദെൻ
routine checking ensures no alterations are made. It ensures that no alterations are made. അതുപോലെ തന്നെ it comprises thorough checking of books of original entry records for which final accounts is prepared. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതകൾ അത്രയും കുറവായിരിക്കും. യെസ്. ദെൻ അടുത്തൊരു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് അല്ലെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ. ടെസ്റ്റ് ചെക്കിംഗ് അല്ലെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. സോ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. എവിടെ നിന്നാണ്? ഫ്രം എ ലാർജ് നമ്പർ ആണ്, നമ്പർ of similar items so as to enable the auditor to form a final judgment about the entire item. So ഒരു large set of number of ഐറ്റംസിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ലാർജ് പതിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. സോ അതിനെയാണ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഏതൊക്കെ പ്രോസസ്സുകളാണുള്ളത്? സെലക്ഷൻ, അതുപോലെ തന്നെ എക്സാമിനേഷൻ. സെലക്ഷൻ ഉണ്ട്, എക്സാമിനേഷൻ ഉണ്ട്. എന്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഒരു സാമ്പിളിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ സാമ്പിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസിനെ ആയിരിക്കും അല്ലേ? ആസ് ടു എനേബിൾ ദ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഫൈനൽ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ എൻറ്റയർ ഐറ്റംസ്. ആ ഒരു സിമിലർ ഐറ്റംസിൻ്റെ ആ ഒരു ഗ്രൂപ്പിനെ പറ്റി മൊത്തത്തിലൊരു ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് മീൻ ബൈ ടെസ്റ്റ് ചെക്കിംഗ്. ഇനി ചിലപ്പോൾ ഇതായിരിക്കാം ചോദിക്കുന്നത്, വാട്ട് യു മീൻ ബൈ ടെസ്റ്റ് ചെക്കിംഗ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് എന്നൊക്കെ ചോദിക്കാം. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് ചോദിച്ചാലും സെലക്റ്റീവ് വെരിഫിക്കേഷൻ എന്ന് ചോദിച്ചാലും എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾട്ടർനേറ്റീവ് നെയിംസ് നോക്കിയിരിക്കണം. നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് നെയിം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഞാനത് പഠിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ, അത് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഒരു ടേം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് മിസ്സായില്ലേ. സോ സെലക്റ്റീവ് വെരിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ടെസ്റ്റ് ചെക്കിംഗ് എന്താണ് എന്നുള്ളത് ഇത്രയുമാണ്. സെലക്ട് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? എന്താണ് സെലക്ട് ചെയ്യുന്നത്? ഒരു സാമ്പിളാണ് സെലക്ട് ചെയ്യുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റത്തിനെയാണ്. അത് ഓഡിറ്റിന് എന്ത് ചെയ്യുന്നു? ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദാറ്റ് ആ ഐറ്റത്തിൻ്റെ ഗ്രൂപ്പിനെ ഉള്ള ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ടെസ്റ്റ് ചെക്കിംഗ് അല്ലെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ. ഓക്കെ, നമ്മളിതെല്ലാം ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? സോ ഓൾറെഡി പഠിച്ചതാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന റിവിഷൻ മാത്രമാണ്. സോ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് പൊടി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? സർപ്രൈസ് ചെക്ക്. സർപ്രൈസ് ചെക്കിനകത്ത് ഉണ്ടാവുക സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം സർപ്രൈസ് ചെക്കിങ് എന്താണെന്നുള്ളത്. ബിക്കോസ് നമുക്ക് സ്കൂളിലാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കോളേജിൽ ചിലപ്പോൾ കാണും, ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു പണ്ടൊക്കെ. സർപ്രൈസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് വന്നിട്ട് പ്രതീക്ഷ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷ കിട്ടിയിട്ട് പോകും. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഒരു ചെക്കിങ് നടക്കുന്നതാണ് സർപ്രൈസ് ചെക്കിങ് എന്ന് പറയുന്നത്. A system under which an auditor makes a surprise checking of some of the important terms. It should be at least once in course of audit. ഒരു ഓഡിറ്റ് കോഴ്സിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ ഒരു സർപ്രൈസ് ചെക്കിങ് നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, a system under which an auditor makes a surprise checking. ഇമ്പോർട്ടൻറ്റ് ടേംസിലായിരിക്കും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഈ സർപ്രൈസ് ചെക്കിങ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ സർപ്രൈസ് ചെക്കിങ്ങിനകത്ത് എന്തുണ്ടാവും? ക്യാഷ് വെരിഫൈ ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യും, റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു സ്റ്റോക്സ് ആൻഡ് സ്റ്റോർസ് വെരിഫൈ ചെയ്യും, വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് പ്രൈം ആൻഡ് ഒറിജിനൽ എൻട്രി ആൻഡ് അതുപോലെ തന്നെ റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലെഡ്ജേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഓക്കെ, സോ അത്രയുമാണ് എന്ത് ടെസ്റ്റ് ചെക്കിങ്ങിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രീവിയസ് അറ്റംപ്റ്റ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്താണ് എന്നുള്ളത്. ഏത് ചാപ്റ്ററിൽ നിന്നാണ്? നമ്മുടെ ചാപ്റ്റർ 2 എന്നാണ്. വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആണ്. എന്തിൻ്റെയാണ്? ഓഫ് സെലക്റ്റഡ് ഐറ്റംസ്
in depth or in detail from original of transaction to their conclusion. To form an origin of the transaction to their conclusion. Selected items in detail നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ origin of transaction തൊട്ട് to the conclusion വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്ത് ഓഡിറ്റ് ഇൻ ഡെപ്ത്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്നുള്ളത്. സോ 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ പ്ലീസ് നോട്ട് വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ഓഡിറ്റ് ഇൻ ഡെപ്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ വെദർ very sound and efficient system of internal check is operating in the ബിസിനസ്സിൽ എന്തുണ്ടോ സൗണ്ട് ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇൻസിഡൻസ് ഓഫ് എറേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Okay, then give auditor an overall picture of procedures. Give auditor an overall picture of procedures. It saves the time and energy of auditor. അടുത്ത ഒരു ഒബ്ജക്റ്റീവ്സ് എന്താണ്? It saves the time and energy of the auditor. Auditorന്റെ time and energy എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. Enables him to devote more time to energy to more important matters. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇറലവൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോറൽ ചെക്ക് ആൻഡ് പ്രഷർ ഓൺ സ്റ്റാഫ് ഓഫ് ദ ക്ലൈൻറ്റ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് പോയി കാണുക കേട്ടോ. റെക്കോർഡ്സ് ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കുക. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താ? ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചോദിച്ച് കാണാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ് എന്നുള്ളത്. അതൊരു ബുക്കാണ്, രജിസ്റ്റർ ആണ് അല്ലെങ്കിൽ ഡയറി ആണ്. മെയിൻറ്റെയിൻഡ് ബൈ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റ് ക്ലർക്കാണ്. എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഓഡിറ്റ് കോഴ്സ് ഓഡിറ്റ് വർക്ക് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. സോ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് യൂഷ്വലി കണ്ടെയ്ൻസ് 2 പാർട്സ് ആണ്. ജനറൽ ഇൻഫർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സ്പെഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് അതിൽ ഉണ്ടാവും. ഓക്കെ, ഇജാസ് ഇബ്രാഹിം, നമ്മളുടെ ഓഡിറ്റിങ്ങിൻ്റെ എക്സാം കഴിഞ്ഞതാണോ? ചക്കി, അതുപോലെ ഫവാൻ അവ, എല്ലാവരും എന്ത് പറയുന്നു? ഓഡിറ്റിങ്ങിൻ്റെ എക്സാം കഴിഞ്ഞതാണോ? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ UG എക്സാമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ലൈവോ? എന്താ എക്സാം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ? ഏത് യൂണിവേഴ്സിറ്റിയാണ്? കണ്ണൂർ അല്ലേ? ഓക്കെ, ഇതിപ്പോൾ കേരള ആണ് കേട്ടോ. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈവാണ് കേട്ടോ. എന്നാ എക്സാം എന്നാ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ? അറിയാം. എക്സാം എന്നാന്ന് പറയോ? നാളെയാണോ കണ്ണൂരിന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതാണ് ഇല്ലാത്തത്? ഇനി വരാനുണ്ടോ? ഇത് കേരളയുടെ ലൈവാടാ. യൂട്യൂബില് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 1 hour ബിഫോർ നമ്മളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബിൻസി മാമിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. സോ എല്ലാവരും ഒന്ന് കയറി നോക്കുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അത്രയ്ക്ക് ടഫാണോ?
Oh, I see. ലൈവ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താണ്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റിംഗിന്റെ എക്സാം നാളെ, ഓഡിറ്റിംഗിന്റെ എക്സാം ഉള്ളവർ ശ്രദ്ധിക്കുക. നാളെ ഓഡിറ്റിംഗിന്റെ എക്സാം ഉള്ളവർ ശ്രദ്ധിക്കുക. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോക്യുമെന്റ് ആൻഡ് പേപ്പേഴ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഓഡിറ്റ്. ഓഡിറ്റിന് വിധേയമായിട്ടുള്ള അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ത്? ഡോക്യുമെന്റ്സ് ആൻഡ് പേപ്പേഴ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന്റെ ഓണർഷിപ്പിന്റെ ബേസിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ആ കോൺട്രവേഴ്സിയുടെ 2 കേസ് ലോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ഈ 2 കേസ് ലോസ് നോട്ട് ചെയ്യുക. Okay, on the basis of above judgments, following conclusions are made. Independent professional ആയിട്ടുള്ള ഓഡിറ്ററിന്റെ പ്രോപ്പർട്ടി ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നുള്ളതാണ് ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താണ് എന്ന് ഡിഫൈൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഡിഫൈൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉത്തരം എഴുതി വെക്കും. സോ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ത് ആണ് എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ഇത് തന്നെ എഴുതും. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ആണ് മെറ്റീരിയൽ വിച്ച് ആൻ ഓഡിറ്റർ പ്രിപ്പയർസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഓഡിറ്റിന് വേണ്ടിയിട്ടും ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നുള്ളത്. അതിനകത്ത് ദേ ഡിസ്ക്രൈബ് പ്രൈവറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഹി റിസീവ് ഫ്രം ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈവറ്റ്, ആ ഒരു ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും ആ ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഉണ്ടാവുക. ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് എക്സാമിനേഷൻ ആണ് നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഷെഡ്യൂൾസ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ റഫ് ട്രയൽ ബാലൻസ്, കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ക്ലയൻറ്റ്സ്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാക്ട്സ് ഫ്രം മിനിറ്റ് ബുക്സ്, ഡ്രാഫ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് എക്സെട്ര. ഓക്കെ, സോ ദെൻ എന്തുകൊണ്ടാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, വൈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ എസെൻഷ്യൽ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ എസെൻഷ്യൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം എന്താണ്? ഇതാണ് നമ്മൾ എഴുതേണ്ടത്. പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർലി ഫയൽഡ് ആയിട്ട് നമ്പേർഡ് ആയിരിക്കണം, ഫുള്ളി റിഫ്ലക്ട് ഇൻഫർമേഷൻ ഡിസൈഡ്, അതുപോലെ തന്നെ ഓൺലി എസെൻഷ്യൽ ഡേറ്റാസ് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. റെലവൻറ്റ് ഡീറ്റെയിൽസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ. റെലവൻറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം, എസെൻഷ്യൽ ആയിട്ടുള്ള റെലവൻറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ആണ് എഴുതുക. ഓക്കെ, they should be understandable to everyone who refer the ownership and custody of working paper. ആ ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ റെഫർ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതെന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. സോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ബെറ്റർ നമ്മൾ ബുക്ക് എടുക്കുക, പഠിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മിൻസി മാമിൻ്റെ ക്ലാസ് വന്നിട്ടുണ്ട്, സോ അത് പോയി കണ്ട് പഠിക്കുക. ഇവിടെ ഇരുന്ന് സമയം കളയരുത്. നാളെയാണ് എക്സാം എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് ഓഡിറ്റിങ്ങിൻ്റെ ലൈവ് കണ്ടുപോയാൽ എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് പോർഷൻസ് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക.
ഓക്കെ. ഇനി ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പെർമനന്റ് ഫയൽ ഉണ്ട്, അതുപോലെ തന്നെ ഓർഡിനൽ ഫയൽ ഉണ്ട്, കറണ്ട് ഫയൽ ഉണ്ട്. പെർമനന്റിനകത്ത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഓഡിറ്റിന്റെ ബ്രീഫ് ഹിസ്റ്ററി ആയിരിക്കും ഉണ്ടാവുക. ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് ഇയേഴ്സ് ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ഇന്റേണൽ കൺട്രോൾ എന്താണ് എന്നുള്ളത്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് എക്സസൈസ് ഇൻ എ ബിസിനസ് ടു എൻഷുർ എഫിഷ്യന്റ് ആൻഡ് എക്കണോമിക് വർക്കിംഗ്. ഒരു ബിസിനസ്സിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫിഷ്യന്റ് ആയിട്ട്, ഇതായിട്ട്, സോഷ്യലായിട്ട്, സൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് എക്സസൈസ് ചെയ്യുന്നതിനാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റേണൽ കൺട്രോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതുക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് സിസ്റ്റം ഓഫ് കൺട്രോൾ ആണ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് കൺട്രോൾ. സിസ്റ്റം ഓഫ് കൺട്രോൾ. കൺട്രോൾ എസ്റ്റാബ്ലിഷ്ഡ് ഓവർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഏരിയാസ്. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഏരിയാസിലുള്ള കൺട്രോൾസ്, നമ്മൾ ഓവറോൾ കൺട്രോളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഡേറ്റാസ് മാത്രമല്ല, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസിലും ഉള്ള കൺട്രോളാണ് ഉദ്ദേശിക്കുന്നത്. Devising and installation of internal control is the responsibility of management. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്റേണൽ കൺട്രോൾ എന്ത് ചെയ്യുക എന്നുള്ളത്, ആപ്ലിക്കബിൾ ആക്കുക എന്നുള്ളത്. Okay, an efficient internal control system in operation allows the auditor to rely greatly on the financial data. Internal control system efficient ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റിലൈ ചെയ്യാനായിട്ട് ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്റേണൽ ചെക്ക് എന്താണെന്ന് ചോദിച്ചാൽ നാളത്തെ ചോദ്യത്തിൽ വാട്ട് യു മീൻ ബൈ ഇന്റേണൽ ചെക്ക്, വാട്ട് ഡു യു മീൻ ബൈ ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ കൺട്രോൾ എന്താണ് എന്ന് പറഞ്ഞു. അത് നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് എക്സസൈസ്ഡ് ഓവർ ഓർഗനൈസേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. എന്താണ് അറേഞ്ച്മെന്റ് ഓഫ് ഡ്യൂട്ടീസ്? ആരിലാണ് ഡ്യൂട്ടീസ് അറേഞ്ച് ചെയ്യുന്നത്? എംപ്ലോയീസിൻ്റെ മേലാണ് ഡ്യൂട്ടീസ് അറേഞ്ച് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇൻ സച്ച് എ വേ ദാറ്റ് വർക്ക് ഡൺ ബൈ വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ വർക്ക് മറ്റൊരു എംപ്ലോയി വെരിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും വർക്ക് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇന്റേണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? വൈ ഒരു ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഒരു മോറൽ ചെക്കിന് വേണ്ടിയിട്ടാണ്, സ്റ്റാഫിന് മേലുള്ള ഒരു മോറൽ ചെക്ക്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രൊസീജിയേഴ്സ് റിലയബിൾ ആണ്, ആഡിക്വേറ്റ് ആണെന്ന് ഉറപ്പാക്കാൻ, ഫ്രോഡ് കാര്യങ്ങൾ, കെയർലെസ്നെസ്, ഇൻഎഫിഷ്യൻസിക്ക് എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ത് ഇന്റേണൽ ചെക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ഇൻ സച്ച് എ മാനർ. ഒരു ബിസിനസ് ട്രാൻസാക്ഷനും അൺറെക്കോർഡഡ് ആയിട്ട് പോവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. To allocate duties and responsibilities of each clerk in such a way that he may be held responsible for particular. ഓരോ എംപ്ലോയീസിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും പെർട്ടിക്കുലർ ഫ്രോഡ് എററിന് അവർ റെസ്പോൺസിബിൾ ആവുകയാണ്. ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഡിവിഷൻ ഓഫ് വർക്ക്, ജോബ് റൊട്ടേഷൻ, അതോറിറ്റി ലെവൽസ്. നമ്മളിതെല്ലാം ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഓടിച്ചെന്ന് വായിച്ചു നോക്കുക. സെപ്പറേഷൻ ഓഫ് കസ്റ്റഡി ആൻഡ് റെക്കോർഡിംഗ്, അക്കൗണ്ടിംഗ് കൺട്രോൾസ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്, ക്രോസ് ചെക്കിംഗ് ട്രാൻസാക്ഷൻ, കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റ്യൂസ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സേഫ്ഗാർഡിംഗ് അസറ്റ്സ്, ഫയലിംഗ് ഡോക്യുമെന്റേഷൻ, യൂസ് ഓഫ് ലേബർ സേവിംഗ് ഡിവൈസസ്. എല്ലാം പഠിച്ചതല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഓർമ്മ വന്നില്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഗുഡ് ആണ്, വെൽ ആൻഡ് ഗുഡ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന 12 പോയിന്റ്സിൽ ആണ്. ഓക്കെ, ഒരു ഇന്റേണൽ ചെക്ക് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുക. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് വർക്ക് ആണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? വർക്ക് ഡൺ ബൈ വൺ എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഇന്റേണൽ ചെക്കിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ഇന്റേണൽ എന്താ കൺട്രോൾ. ദെൻ
ഇന്റേണൽ ചെക്കിനകത്ത് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ്. അതുപോലെ തന്നെ ഡിവൈസ് ഫോർ ഡൂയിങ് വർക്ക്. ഇന്റേണൽ കൺട്രോൾ എന്താണ്? ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോളിനെയാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഒരു ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോളിനകത്തുള്ള ഒരു സംഭവമാണ് ഇന്റേണൽ ചെക്ക് എന്നുള്ളത്. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു മൊഡ്യൂൾ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ഏതാണ്? ഏതാണ്? അമാൽഗമേഷൻ. അമാൽഗമേഷൻ എല്ലാവരും പഠിച്ചോ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടോ? അമാൽഗമേഷൻ എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണോ? പ്രയാസമാണോ? പഠിച്ചോ എല്ലാവരും? So, internal controlന്റെ liquidators final statement. Okay. സോ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ ആണ്. ഇന്റേണൽ കൺട്രോളിന്റെ സ്കോപ്പ് എങ്ങനെയാണ്? ഇന്റേണൽ കൺട്രോളിന്റെ സ്കോപ്പ് ഇന്റേണൽ ചെക്കിൻ്റെത് പോലെയല്ല, കുറച്ചും കൂടെ വൈഡ് ആണ്. സോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്റേണൽ കൺട്രോളിനകത്ത് വരുന്നതാണ്. ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഡിവൈസ് ഫോർ ബോത്ത് ഡൂയിങ് വർക്ക് ആൻഡ് ചെക്കിംഗ് വർക്ക്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വർക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. സോ കണ്ടിന്യൂസ് എക്സാമിനേഷൻ ഓഫ് കമ്പനീസ് ഓപ്പറേഷൻ ബൈ ഇറ്റ്സ് എംപ്ലോയീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബ്രോഡ് സ്കോപ്പാണ്. ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സിലും ഫ്രോഡ്സിലുമാണ് എയിം ചെയ്യുന്നത്. ഡിവൈസ് ചെക്കിംഗ് വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഡിവൈസുകളാണ് ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ ചെക്കും. ഇന്റേണൽ കൺട്രോളിനകത്ത് വരുന്നതാണ് ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും. ഓക്കെ, സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കൊരു ചോദ്യം. ഇതാണ് എൻ്റെ ആ ചോദ്യം. വാട്ട്സ് നെക്സ്റ്റ് ആഫ്റ്റർ ബികോം? ബികോം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടി? ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 4th സെം ആണ് അല്ലേ? ഓക്കെ, ഫൈനൽ സെമ്മിലുള്ള കുട്ടികൾക്ക് ഒരു ചോദ്യം. എന്താണ് ബികോം കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി? +2 കഴിഞ്ഞു, നമ്മൾ ബികോമിന് പോയി. ബികോം കഴിഞ്ഞു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കാണ് നിങ്ങളുടെ യാത്ര? ഇജാസ് ഇബ്രാഹിം, +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ, ബികോം കഴിഞ്ഞാൽ എന്താണ് തൻ്റെ പുറപ്പാട്? ലൈക്ക് വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കില്ലേ? ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി കയറുക, ആഫ്റ്റർ ബികോം സപ്ലി. നല്ലതാടാ. എംകോമിന് പോകാനാണ്, സെറ്റാണ്. UPSC സപ്ലി. ഇജാസ് ഇങ്ങനെ പോയാൽ നീ സപ്ലി തന്നെ എഴുതും. ഓക്കെ, 6th വരുമോ? മനസ്സിലായില്ല. PG കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നാളെ എക്സാം ഉള്ളവരെല്ലാം ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പുസ്തകം ഇങ്ങോട്ട് തുറക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുക, പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളെ ചുറ്റിനുമുള്ള ലൈഫൊക്കെ നമ്മൾ കാണുന്നതല്ലേ. സോ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG എന്നുള്ള ഒരു രീതിയിൽ പോകുമ്പോഴും സേഫായിട്ട് പോകുന്നവരുണ്ട്. എന്നാൽ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ ട്രിപ്ലൈയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഇന്ത്യൻ കോഴ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ CA, CMA, നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു ഓഡിറ്റിംഗ് ആണ്. ഒരു ഓഡിറ്ററായിട്ട്
ഒരു CA പഠിച്ച് ഒരു ഓഡിറ്ററായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഒരു CA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആവാനോ ഇതുപോലെയുള്ള ഇന്ത്യൻ കോഴ്സുകളോ, ഇനിയല്ല നിങ്ങൾ കുറച്ച് ഇൻ്റർനാഷണൽ ലെവലാണ് എങ്കിൽ ACCA അതുപോലെ തന്നെ CMA USA ഇതുപോലെയുള്ള കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു റെഫറൽ ഉണ്ടാവും. സോ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ത്രൂ എന്ത് ചെയ്യാം, നമ്മുടെ ELTയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ഓഫേഴ്സോട് കൂടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആ ക്ലാസ്സുകൾ ഒന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബാച്ചസ് കാണുവാണ് എന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. ഒരു പ്രൊഫഷണൽ കരിയറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. സോ സപ്ലിയും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എൻട്രി ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രിപ്പിളൈയുടെ ELT എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ ആ ലിങ്ക് ത്രൂ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക, പ്രൊഫഷണൽ ആയിട്ട് തന്നെ വരിക. സോ ഒരു എല്ലാവർക്കും ടു ബിക്കം എ പ്രൊഫഷണൽ ഒരു ബെസ്റ്റ് വിഷസ് അറിയിക്കുന്നു. സോ ഇതിനിടയ്ക്ക് നിങ്ങളോടൊന്ന് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്നൊരു ചാപ്റ്ററാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൗച്ചിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ, അതുപോലെ തന്നെ വൗച്ചിങ് റൂട്ടീൻ ചെക്കിങ് എന്താണ് എന്നുള്ളത്, വൗച്ചിങ് ഓഫ് ഇംപേഴ്സണൽ ലെഡ്ജർ എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ ജനറൽ പ്രിൻസിപ്പിൾസ്, ക്ലാസിഫിക്കേഷൻ, വെരിഫിക്കേഷൻ, വാലുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വൗച്ചിങ് എന്താണ് എന്ന് ചോദിച്ചാൽ വൗച്ചിങ് എന്താണ് എന്ന് ചോദിച്ചാൽ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസസ്. എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസസ്. കണ്ണൂരിലുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പിന്നെയും വീണ്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ എക്സാം ആണ്, ഇരുന്ന് പഠിക്കുക. ഓഡിറ്റിംഗ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ. സോ പിന്നെ നിങ്ങൾ എന്നോടുള്ള സ്നേഹം കാരണം ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ എൻ്റെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് നാളെ എക്സാം ഉണ്ട്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. സോ ഈ വൗച്ചിങ് എന്ന് പറയുന്നത് ഒരു കെയർഫുൾ എക്സാമിനേഷൻ ആണ് ഓഫ് ഓൾ ദി സപ്പോർട്ടിംഗ് ഡോക്യുമെന്ററി എവിഡൻസസ്. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് വൗച്ചിങ് എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ എന്ന് ചോദിച്ചാൽ അതാണ്. ഡെഫിനിഷൻ ആണെന്നുണ്ടെങ്കിലോ, ആക്ട് ഓഫ് കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്ന് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഡോക്യുമെന്ററി എവിഡൻസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ. ഡെഫിനിഷൻ ചോദിച്ചാൽ, ഡിഫൈൻ എന്ന് ചോദിച്ചാൽ മീനിങ് എഴുതാൻ പാടില്ല, ഡിഫൈൻ എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ തന്നെ എഴുതണം. ഓക്കെ. സോ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചിരിക്കുക, ഒബ്ജക്റ്റീവ്സ് വായിച്ചിരിക്കുക. ഇമ്പോർട്ടൻസ്, വൈ വൗച്ചിങ് ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റിങ്ങിലെ ഒരു പ്രൈമറി സ്റ്റെപ്പാണ് എന്ത് വൗച്ചിങ് എന്നുള്ളത്. ഓക്കെ. വൗച്ചിങ് എന്നുള്ളത് ഓഡിറ്റിങ്ങിന്റെ ഒരു പ്രൈമറി സ്റ്റെപ്പാണ്. അത് എന്ത് ചെയ്യുന്നു, ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ആക്യുറസി എന്ത് ചെയ്യുന്നു, എനേബിൾ ചെയ്യുന്നു. വൗച്ചിങ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഒറിജിനൽ ഡോക്യുമെന്ററി എവിഡൻസസ് വെച്ചിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അസറ്റ്സ്, ലയബിലിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സർട്ടിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ വൗച്ചിങ് കൊണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. വൗച്ചിങ് ആൻഡ് റൂട്ടീൻ ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൗച്ചിങ്ങും റൂട്ടീൻ ചെക്കിങ്ങും എങ്ങനെയാണ് ഡിഫർ ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് റൂട്ടീൻ ചെക്കിങ് എന്ന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ, ഡിസ്റ്റിങ്വിഷ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കേട്ടോ, അറിയാലോ. നോട്ട്സ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ. ഹായ് അർജുനെ കുറെ നേരമല്ലോ കണ്ടിട്ട്.
ഡിസ്റ്റിങ്യൂഷ് ബിറ്റ്വീൻ എന്ത് വൗച്ചിങ് ആൻഡ് റൂട്ടീൻ ചെക്കിങ് ചോദിച്ചാൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്. ഒരു 6 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടോ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതില്ലേ? നിനക്കിതില്ല, വെറുതെ വന്നയാ. പിന്നെ നിനക്ക് എന്താ നാളെ എക്സാം ഉള്ളത്? സോ അത് പോയി പഠിക്കേ. ഓക്കെ അർജുൻ, നാളെ എന്താ എക്സാം? വെരിഫിക്കേഷൻ എന്താണ്? വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൂവിങ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അയ്യോ എന്നെ മറന്നുപോയി. നിന്റെ ഓർമ്മയുണ്ടടാ, പക്ഷെ നിനക്ക് നാളെ എന്താ എക്സാം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്ക് നാളെ എന്താ എക്സാം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ജാസ്, ഞങ്ങളുടെ ഒരു പഴയ സുഹൃത്തുണ്ട് അർജുൻ. ഞങ്ങളുടെ കഴിഞ്ഞ ലൈവുകളിലെ ഒരു താരമായിരുന്നു. അർജുനോടാണ് ഞാൻ ചോദിച്ചത് അർജുന് നാളെ എന്താണ് എക്സാം എന്നുള്ളത്. അർജുൻ സീനിയർ ആണ് കേട്ടോ ജാസ്. സോ സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വെരിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ സ്പൈസർ ആൻഡ് പെഗ്ലറിന്റെയും JK ബാറ്റിൽബോയുടെയും ബാറ്റ്ലി ബോയ് അങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ ഡിഫൈൻ എന്ത് വെരിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ എന്തെഴുതി വെക്കണം? ഇത് എഴുതി വെക്കണം. ഓക്കെ, സോ വാല്യുവേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വാല്യുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഡിറ്റർമൈൻഡ് വാല്യൂസ് ഓഫ് അസറ്റ്സ് ബൈ ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഓഡിറ്റർ. എന്തിനു? ഓൺ ദ ബേസ് ഓഫ് ജനറലി അക്സെപ്റ്റഡ് കൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ. ഓക്കെ, റെസ്പെക്ട് എന്നൊക്കെ എഴുതി കാണിച്ചു. അർജു പോയി പഠിക്കും ബ്രോ. അർജുൻ ടാക്സിന്റെ ക്ലാസ് സൂപ്പറാണ്. നൈറ്റ്സ് എക്സാം മിസ്സിനോട് താങ്ക്സ് പറഞ്ഞേക്കാം. മിസ്സിന്റെ വീഡിയോയുടെ അതിൽ പോയി കമന്റ് ചെയ്തോളൂ. മിസ് കാണും. മിസ്സിനോട് പറയാം, വൃന്ദ മിസ്സിന്റെ അടുത്ത് പറയാം. ഓക്കെ, സോ വാല്യുവേഷൻ എന്താണ്? വാല്യുവേഷൻ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. എന്താ ഓൾറെഡി അസറ്റ്സിന്റെ ഡിറ്റർമൈൻഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് 2 എപ്പോഴാണ് അപ്ലോഡ് ആവുന്നത് എന്നുള്ളത് ചോദിച്ചു നോക്കാം. ചോദിച്ചിട്ടുണ്ട്, മറുപടി വരുമ്പം പറയാം കേട്ടോ. ദെൻ വൗച്ചിങ്, നമുക്ക് ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ വൗച്ചിങ് എന്താണ്, വെരിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മളൊരു ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, വൗച്ചിങ്ങും റൂട്ടീൻ ചെക്കിങ്ങും. ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായാലും നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ദെൻ വെരിഫിക്കേഷൻ വാല്യുവേഷൻ തമ്മിലുള്ള ബേസിക്കലി ഇതെന്താണ് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കൺസെപ്റ്റ് മനസ്സിലായിരുന്നാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് ഡിപ്ലീറ്റിംഗ് നേച്ചറിലാണ്. ഈ നോട്ട്സ് ആണോ വിവേക്? ഇത് നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ അപ്പാക്കും കേട്ടോ. മതിയോ? ഇപ്പഴിടണോ? ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്താണ്, കറണ്ട് അസറ്റ് എന്താണ് എന്നറിയാം. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് നേച്ചറിലുള്ള അസറ്റ്, പക്ഷെ ഡിപ്ലീറ്റിംഗ് ആയിരിക്കും, അത് തീർന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അതിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. ഒരു എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ ഒരു ലോസിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസറ്റ് മാത്രമാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നുള്ളത്. സോ അതാണ് അസറ്റ്സ് എന്നുള്ളത്. എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ദെൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഓഡിറ്ററിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു? അയാൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം.
വിത്തിൻ ദ മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. അതുപോലെ തന്നെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കയ്യിലുണ്ടാവണം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഫേം ആണ് എങ്കിൽ, ഒരു ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സും എങ്ങനെയുള്ളവരായിരിക്കണം? പ്രാക്ടീസിങ് ആയിരിക്കണം. അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സും പ്രാക്ടീസിങ് ആയിരിക്കണം. അർജന്റ് ആണോ? ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് രണ്ട് രീതിയിലുള്ള ലയബിലിറ്റിയാണ് വരുന്നത്. ക്രിമിനൽ ലയബിലിറ്റി വരും, സിവിൽ ലയബിലിറ്റി വരും. എവിടെ നമ്മുടെ ലയബിലിറ്റി എവിടെ? കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ്, അതിൽ സിവിൽ ലയബിലിറ്റീസ് വരുന്നുണ്ടാവും, ക്രിമിനൽ ലയബിലിറ്റീസ് വരുന്നുണ്ടാവും. ഓക്കെ, അതിലേതാണ് ഡൗട്ട്? ഏതാണ് ബുദ്ധിമുട്ട്? ഏതൊക്കെ ലയബിലിറ്റീസ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ് ആണ് നമുക്കുള്ളത് ഒരു ഓഡിറ്ററിന്? ചെയിൻസോ മാൻ, എന്ത് പേരത്? നാളത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ദ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യും അല്ലേ? എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന്റെ ലയബിലിറ്റി? സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് അല്ലേ? നോക്കടാ, അതേ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലയബിലിറ്റീസ് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ നോക്കണം. നമ്മൾ ഡ്യൂട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. കോർട്ട് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ലോയുടെ ഡ്യൂട്ടീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു വരുമ്പോൾ ക്രിമിനൽ ലയബിലിറ്റീസ് ഉണ്ട്, സിവിൽ ലയബിലിറ്റീസ് ഉണ്ട്. സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി ഓഫ് മിസ്ഫിയൻസ്. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രിമിനൽ നെഗ്ലക്ട്, ആക്ച്വൽ ഫ്രോഡ്, അതുപോലെ തന്നെ കൺസ്പിറൻസി ഓഫ് ദ ഓഡിറ്റർ, ഈ ഒരു കേസൊക്കെയാണ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റിയുടെ ലീഗൽ കേസ് ലോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേസ് ലോയുടെ ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്, ഒന്ന് വായിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബേസിക്കലി എന്താ പറയുക, ഒരു ബൈഫർക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ട്, അതായത് ഈ ക്ലയൻറ്റും ഓഡിറ്ററും തമ്മിലുള്ള ഒരു എന്താണ് കോൺട്രാക്ട് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് അറൈസ് ആവുന്ന ലയബിലിറ്റീസ് ഒരു ഓഡിറ്ററിന് ഉണ്ടാവാം. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് ഉണ്ടാവാം. കമ്പനീസ് ആക്ടിൻ്റെ ബേസിൽ ഉണ്ടാവുന്ന ലയബിലിറ്റീസിനാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്, സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി എന്നുള്ളത്. പിന്നെ IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ കീഴിലും എന്തുണ്ടാവും? ലയബിലിറ്റീസ് വരാം. ആർക്ക്? ഓഡിറ്ററിന്. IPCയുടെ കീഴിൽ ഫോൾസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്? അപ് ടു 7 years വരെ അകത്ത് കിടക്കാവുന്ന ഒരു ശിക്ഷാർഹമായ ഒരു ലയബിലിറ്റിയാണ് ഫോൾസ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർഡ് ബൈ ആൻ ഓഡിറ്റർ. പിന്നെ മറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയോട് ലയബിലിറ്റി ഉണ്ട്. എപ്പോഴാണ് തേർഡ് പാർട്ടിയോട് ലയബിലിറ്റി വരുന്നത്? ഈ ഓഡിറ്ററിന്റെ റിപ്പോർട്ടിനെ വിശ്വസിച്ച് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു യൂസർ ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാവുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് സംഭവിച്ചാൽ ആളുടെ ലയബിലിറ്റീസിന് നമ്മുടെ ഓഡിറ്റർ ലയബിൾ ആവും. ദെൻ പേഴ്സണൽ മിസ്കണ്ടക്റ്റിന് ലയബിലിറ്റി ഉണ്ടാവും. മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്, ചില സമയത്ത് കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തിട്ട് വേണം അത് ഇഷ്യൂ നടത്താനായിട്ട്. സോ ആ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പ്രശ്നമാണ്, ലയബിലിറ്റി ഉണ്ടാവും. ആണോ? ഓക്കെ. പക്ഷെ പേരെന്താന്നൊന്ന് പറയോ? പേരൊന്ന് പറയോ? ഇനി ലയബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ് നടത്തിയതിലൂടെ ഒരു ലയബിലിറ്റി വരുവാണെങ്കിൽ ഈ 3 സാഹചര്യം കാണിച്ചാൽ ആൾക്ക് രക്ഷപ്പെടാം. ഒറ്റ നോട്ടായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ലൈവ് കഴിഞ്ഞിട്ട് ഫുള്ള് നോട്ട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. സിംഗിൾ നോട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കാം കേട്ടോ. സോ അതാണ് ലയബിലിറ്റീസ്. ഈ ഇഷ്യൂ എന്ന് പറയുന്നത് അയാളുടെ കൺസെൻറ്റോടുകൂടി അല്ല എന്ന് തെളിയിച്ചാൽ അയാൾക്ക് അതിൽ ലയബിലിറ്റി വരുന്നില്ല. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തത് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ് ആണ് എന്ന് ഉറപ്പാക്കിയാലായിട്ട് അയാൾക്ക് ലയബിലിറ്റി വരില്ല. അതുപോലെ തന്നെ
ഈ ഇഷ്യൂവിന് മുമ്പ് അദ്ദേഹം കൊടുത്ത കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ലയബിലിറ്റി വരില്ല. അതുപോലെ പ്രോസ്പെക്ടസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് പക്ഷെ അലോട്ട്മെന്റിന് മുന്നായിട്ട് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്, കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആര്? സിയാസ്. ഓക്കെ, സിയാസ് തന്നെയല്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ് എന്താന്നുള്ളത് ഒരു ഓഡിറ്ററിന്റെ ലയബിലിറ്റി എന്നുള്ളത്. ഓക്കെ, സോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം വരുമെന്ന് സിയാസിന് ഉറപ്പാണോ? ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ വരും എന്നുള്ളത് സിയാസ് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സിയാസ് പറയുന്നു നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ചോദിക്കും. സോ എല്ലാവരും പഠിച്ചോളൂ. ഓക്കെ, ഉറപ്പല്ലേ? എങ്ങാനും വന്നില്ലെങ്കിൽ. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, അതുപോലെ തന്നെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് റിപ്പോർട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് കളക്റ്റഡ് ആൻഡ് കൺസിഡേർഡ് ഫാക്ട്സ് ഓർ ഡ്രോൺ അപ്പ് ടു ഗീവ് ക്ലിയർ കൺസൈസ് ഇൻഫർമേഷൻ ടു ദ പേഴ്സൺ ഹു ആർ നോട്ട് ഓൾറെഡി ഇൻ പൊസിഷൻ ഓഫ് ഫുൾ ഫാക്ട് സബ്ജക്ട് മാറ്റർ ഓഫ് ദ റിപ്പോർട്ട്. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആയിരിക്കണം, ക്ലാരിറ്റി ആയിരിക്കണം, ബ്രേവിറ്റി, ഫോംനെസ്, ഒബ്ജക്ടിവിറ്റി, കൺസിസ്റ്റൻസി, അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് അതിലുണ്ടായിരിക്കണം. ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസ്, റെലവൻസ് ആൻഡ് റെഫറൻസ് ടു AAS, ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ദെൻ ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, എസെൻഷ്യൽ എലമെന്റ്സ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഇതൊക്കെ എഴുതി വെക്കും. ടൈറ്റിൽ വേണം, അഡ്രസ്സ് വേണം, ക്ലയന്റ് ഓർഗനൈസേഷന്റെ പേര് വേണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫിക്കേഷൻ, റെഫറൻസ് ടു ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ്, ഒപ്പീനിയൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, സിഗ്നേച്ചർ, അഡ്രസ്, ഡേറ്റ്, പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ വേണ്ടേ? സഫാന, ഹായ് സഫാന. ഇനി ഏതൊക്കെ രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്? ക്ലീൻ റിപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ട്. ഇതിലേതെങ്കിലും നല്ല എന്താ പറയട്ടെ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് ചോദിക്കാം സാധ്യതയുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. വേറെ ഏതെങ്കിലും പോർഷൻസ് പറയേണ്ടതായിട്ടുണ്ടോ പ്രത്യേകമായിട്ട്? സിയാസ്, ഷുഫാന. അപ്പൊ ശരി എന്നാ. അമ്മോ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പാർട്ട് 2 വരുന്നത് വരെ നമ്മൾ പാർട്ട് 1 എന്ത് ചെയ്യുക, അങ്ങോട്ട് കവർ ചെയ്ത് പഠിച്ചരച്ച് കളിക്ക് വെക്കുക. മോഡ്യൂൾ ചാപ്റ്റർ 1ൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മിസ്സാക്കില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ആ വീഡിയോ എല്ലാവരും പോയിട്ട് നിർബന്ധമായിട്ട് കാണുക കേട്ടോ. ദെൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഓഡിറ്റർ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്ബ് കാര്യങ്ങൾ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓഡിറ്റേഴ്സ് ചിലപ്പോൾ റെമ്യൂണറേഷൻ ഇല്ലാതെ, ഫീസ് ഇല്ലാതൊക്കെ തന്നെ ഒരു ചാരിറ്റി പോലെയൊക്കെ തന്നെ എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്യും. പക്ഷെ എന്നാലും ആ ആൾക്കും ലയബിലിറ്റി വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ലയബിലിറ്റി ആണ്? റെമ്യൂണറേഷൻ വാങ്ങി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ആൾക്ക് എത്രത്തോളം ലയബിലിറ്റി വരും, ആ ഒരു രീതിയിൽ തന്നെ ആൾക്ക് ആ ലയബിലിറ്റി വരുന്നതേ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് സിമ്പിൾ ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പക്ഷെ സിമ്പിൾ ആണ്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്? എൻക്വയറി ഇൻടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് കൺസേൺ. എന്തിനു വേണ്ടിയിട്ട്? സ്പെഷ്യൽ പർപ്പസ്. ആ ഒരു കാര്യം മിസ്സാകരുത്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചാൽ, ഡെഫിനിഷൻ ചോദിച്ചാൽ 2 മാർക്കിന്. ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചാൽ മീനിങ് എഴുതല്ലേ, ഡെഫിനിഷൻ തന്നെ എഴുതണേ. മീനിങ് എഴുതരുത്, ഡെഫിനിഷൻ തന്നെ എഴുതണം. ഇമ്പോർട്ടൻറ്റ് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതും, അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ, ഈ ഒരു അറ്റംപ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 15 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. ഒന്ന് ലൈവ് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കണേ. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഈ സമയം ഞാൻ കളയുന്നില്ല. സോ ഇന്ന് ഈ ഒരു ചാപ്റ്റർ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ വെറുതെ വിടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇതും കൂടെ കണ്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി നാളെ രാവിലെ പഠിച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതി. എക്സാം എപ്പോഴാണ്? ഉച്ചയ്ക്കാണോ, രാവിലെയാണോ, ഉച്ചയ്ക്കാണോ? നസി അഹമ്മദ് നസി. ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചാൽ എന്ത് ചെയ്തു? ഉച്ചയ്ക്കാണ് എക്സാം അല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതണം കേട്ടോ. ഉച്ചയ്ക്കാണ് എക്സാം എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഉച്ചവരെ കിടന്ന് ഉറങ്ങരുത്, രാവിലെ എഴുന്നേക്കണം. ഓക്കെ,
രാവിലെ ഇപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴത്തേന് കിടന്നിട്ട് ഒരു 5-5:30 ആകുമ്പോഴത്തേന് എഴുന്നേറ്റ് നിങ്ങൾക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു ഫ്രഷ് ടൈമിൽ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത ടൈമിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊക്കെ നടന്നിട്ട് കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതാം കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ കുറേ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ ഇപ്പോൾ ഒരു 2-3 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ 15 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ബേസിക്കലി നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുമ്പോൾ മീനിങ് എഴുതുക, അതുപോലെ തന്നെ നേച്ചർ ഓഫ് വർക്ക് കമ്പൽസറി ആണോ അല്ലയോ എന്ന് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, നേച്ചർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താലും നമുക്ക് അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ കിട്ടും. സോ ഈ ഒരു പോയിന്റ്സും ഇതിനകത്ത് വളരെ ഷോർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒത്തിരി എലാബറേറ്റഡ് ആയിട്ടില്ല, ടു ദ പോയിന്റ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇനി പ്രത്യേകമായിട്ട് അതിനകത്ത് ഇനി ഞാൻ ഷോർട്ട് ആക്കുന്നില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ മാൻഡേറ്ററി അല്ല, പക്ഷെ ലീഗലി റിക്വയർഡ് ആണ് എന്ത്, ഓഡിറ്റിംഗ് എന്നുള്ളത്. ഉറപ്പാക്കിയിട്ടും ആക്കാടാ, ഇപ്പം തന്നെ ആകും. ഇപ്പം നമ്മുടെ ലൈവ് ഇപ്പോൾ തന്നെ കഴിയും, നമ്മളുടെ ഇത് കഴിഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. യെസ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ്. നേരത്തെ പ്രീവിയസ് അറ്റംപ്റ്റിൽ നമ്മൾ 2-3 വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് അത്യാവശ്യം നമുക്ക് റിപ്പീറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്, നല്ല രീതിയിൽ റിപ്പീറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു PDF നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ നിങ്ങളുടെ നമ്മുടെ എവിടെയാണ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് പോകുക. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് മാത്രമല്ല, റിപ്പീറ്റഡ് ആവാത്തത് ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അറ്റംപ്റ്റിലായിരിക്കും റിപ്പീറ്റഡ് ആവുന്നത്. ഓക്കെ, അത് ഞാൻ 2-3 ദിവസം മുന്നേ ചെയ്താണ് കേട്ടോ, അതൊന്ന് പോയി നോക്കുക. പിന്നെ ഈ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേഷനും റിപ്പോർട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് കീ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ബ്രീഫ് ഹിസ്റ്ററി ഉണ്ട്, മേജർ ഫൈൻഡിങ്സ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, റെക്കമെൻഡേഷൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ്, ഇതാണ് നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇതാണ് നിങ്ങളുടെ നാളത്തെ ആൻസർ. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. സോ ഇന്നത്തേത് നമ്മളുടെ ഒരു റാപ്പിഡ് റിവിഷൻ ആയിരുന്നു. എന്തിനാ ലൊക്കേഷൻ കറക്റ്റ് വേണോ, വരാനാണോ, വരുമോ എന്ന് ചോദിക്കട്ടെ കേട്ടോ, ചോദിച്ചിട്ട് കമന്റ് ഇടാം ഞാൻ. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കണ്ടന്റ് എന്നുള്ളത് പറഞ്ഞേ റിപ്പീറ്റ് ചെയ്തേ. സ്കോപ്പ്, ഒബ്ജക്റ്റ്, ബ്രീഫ് ഹിസ്റ്ററി BH, മേജർ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ സ്കോപ്പ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ബ്രീഫ് ഹിസ്റ്ററി ഉണ്ട്, മേജർ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. ഇത് നാളത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഇതാണ് നിങ്ങളുടെ ആൻസർ. നിങ്ങളുടെ ആൻസറൊക്കെ ഇപ്പോഴേ കണ്ടുവച്ചേക്കാം. ഓക്കെ, നാളെ ഇരുന്ന് തല പോയിക്കാൻ നിൽക്കണ്ട, ഇപ്പോഴേ നോക്കി വെക്കുക. എന്നിട്ട് നാളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങോട്ട് എഴുതി വെക്കുക. സിമ്പിൾ, ദിസ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സായിസ് എന്നല്ലായിരുന്നു പേര്, സിയാസ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതില്ലേ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. നമ്മൾ മൊഡ്യൂൾ 1 കവർ ചെയ്തു, 2, 3, 4, 5 എല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് 15 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 1 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 20 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ആ മാർക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് വിടാം. ചെറിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ടൈമിൽ 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ? സോ അതുകൊണ്ട് 1 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 20 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 1 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പോയി വീഡിയോ കണ്ടിട്ട്
വരിക. നിങ്ങൾക്കുള്ള ഈ ഒരു നോട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പം തന്നെ വിട്ടേക്കാം. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളും എല്ലാം റിവൈസ് ചെയ്തിട്ട് പോവുക. ഇന്ന് രാത്രി ആരും ഉറക്കളിച്ചിരിക്കരുത്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നിങ്ങൾ മൈൻഡിനെയൊക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതലും നമ്മുടെ മൈൻഡിൽ സ്ട്രോങ് ആവുന്നത് എപ്പോഴാണെന്നറിയാം, നമ്മൾ പ്രോപ്പർ റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഉറങ്ങാൻ വൈകിപ്പോയി, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും പോവാണ്. സോ നിങ്ങളും പോയി റിവിഷനൊക്കെ ചെയ്ത് 15 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നോട്ട് ഇപ്പം തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം. നോട്ട് ഇപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരും. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്സ്. ബൈ. അപ്പം ഞാൻ പോകുന്നു. നിങ്ങളെല്ലാവരും പോയി പഠിക്കുക, കിടന്ന് ഉറങ്ങുക. ഓക്കെ.